Good morning, students. Assalamu alaikum. Today, we are continuing our class, The Origin and Development of Islamic Banks. We have discussed the origin of Islamic banks in the last class. And today, we are going to discuss the development of Islamic banks according to the specific period. First of all, we are going to discuss how the Islamic bank developed in early 1950s. In 1950s, the models of Islamic banking and financial system are presented, and twin Mudaraba concept were introduced. 1950s ഇസ്ലാമിക് അതായത് ഇത് ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം വലിയൊരു കാര്യം തന്നെയാണ്. ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്വിൻ മുദാറബ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 1960s ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് ട്വിൻ മുദാറബ ബിഗാൻ. 1960s 1950s ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്വിൻ മുദാറബ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളത്. ആൻഡ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഓപ്പറേഷൻ മെക്കാനിസമോ IFI, അതായത് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും അതിൻ്റെ മെക്കാനിസം എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ റൈസ് ആൻഡ് ഫാൾ ഓഫ് മിദ്ഗമർ സേവിങ്സ് ബാങ്ക്, അതായത് ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് എന്ന് നമുക്ക് അറിയുന്ന മിദ്ഗമർ ബാങ്ക് വരികയും അതുപോലെ തന്നെ അത് ഇല്ലാണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ 1960s. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് തബുങ് ഹാജി ഇൻ മലേഷ്യ ഇൻ 1966, അതായത് 1966 മലേഷ്യയിലുള്ള ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് ആയിട്ടുള്ള താബുങ് ഹാജി സ്റ്റാർട്ടഡ് ആയിട്ടുള്ളത്. ഇൻ 1970s നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇൻ 1970s ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വർ എസ്റ്റാബ്ലിഷ്ഡ്. അതുപോലെ തന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വർ സെറ്റപ്പ്. നെക്സ്റ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുദാറബ മെക്കാനിസം, ദ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്കണോമിക്സ് കോൺഫറൻസ് വർ ഡൺ. 1917 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സൗദി അറേബ്യൻ കിങ് ആയിട്ടായിരുന്ന അവർ നിർദ്ദേശപ്രകാരം ഒത്തുകൂടിയിട്ടുള്ള എല്ലാ അറബ് കൺട്രീസിൽ നിന്നും അവർ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്കണോമിക് കോൺഫറൻസ് പങ്കെടുക്കുകയുണ്ടായി. അത് മുഖേന ഒരുപാട് ഇസ്ലാമിക് ബാങ്ക്സ് അതത് രാജ്യങ്ങളിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് IFI എസ്റ്റാബ്ലിഷ്ഡായി. 1960s IFIക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 70s അതൊരു സ്ഥാപനമായിട്ട് തന്നെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പേരിൽ അത് എസ്റ്റാബ്ലിഷ്ഡായി. അതുപോലെ തന്നെ അതിൻ്റെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളും നടക്കുകയുണ്ടായി. അതുപോലെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടെക്നിക്കായിട്ടുള്ള മുദാറബ എന്നുള്ളതിൻ്റെ ഫുൾ മെക്കാനിസം ഡെവലപ്പ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ഈ 1970s. ഈ 1980s ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, മോർ പ്രൈവറ്റ് സെക്ടേഴ്സ് ബാങ്ക്സ്, വെറൈറ്റി ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് പ്രൊഡക്ട്സ്. അതായത് ഈ 1980s ഗവൺമെൻറ് ഇതിനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഗവൺമെൻറ് അതിൽ കൈകാര്യങ്ങൾ വരുത്തൽ തുടങ്ങി. ഗവൺമെൻറ്റിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇസ്ലാമിക് ബാങ്ക്സിന് വേണ്ടിയിട്ടൊന്നും കൂടെ മുന്നോട്ട് വന്നിരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുദാറബ മാത്രമല്ലാതെ മറ്റു പല ഇസ്ലാമിക് ബാങ്കിങ് പ്രൊഡക്ട്സുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആൻഡ് ദ മോർ സ്കോളേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റ് ഫ്രം വെസ്റ്റ് വർ ഇൻട്രസ്റ്റഡ് ഇൻ ഇസ്ലാമിക് ഫൈനാൻസ്. അതുപോലെ തന്നെ അതായത് ഈ അറബ് കൺട്രീസിൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപനത്തോടും വരവോടും കൂടി വെസ്റ്റ് റീജിയനിലുള്ള പല ഇസ്ലാമിക് സ്കോളേഴ്സും ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും അവരതിനെക്കുറിച്ച് പഠിക്കുകയും അവരുടെ രാജ്യങ്ങളിൽ ഇത് കൊണ്ടുവരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ തുടങ്ങി. ആൻഡ് കൺവെൻഷണൽ ബാങ്ക്സ് ഓപ്പൺഡ് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ വിൻഡോസ്. അറബ് കൺട്രീസിൽ തന്നെ ഉണ്ടായിരുന്നുള്ള എല്ലാ കൺവെൻഷണൽ ബാങ്കും ഇസ്ലാമിക് ഫൈനാൻസിങ് വിൻഡോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓഫ് വിൻഡോ തന്നെ ഓപ്പൺ ചെയ്തു. ഇതെല്ലാം 1980s ഉണ്ടായിട്ടുള്ള വലിയ ഒരു മാറ്റങ്ങളാണ്. ആൻഡ് ഗ്രോത്ത് ഓഫ് ഇസ്ലാമിക് ഇൻഡെക്സ് ആൻഡ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഇസ്ലാമിക് ഫണ്ട്സും ഇൻഡെക്സിനുമൊക്കെ വലിയ രീതിയിലുള്ള ഗ്രൗത്ത് ഈ 1980s വന്നു തുടങ്ങി. ആൻഡ് പാകിസ്ഥാൻ, സുഡാൻ, ഇറാൻ ആൻഡ് മലേഷ്യ വർ സ്റ്റാർട്ടഡ് ഇസ്ലാമിക് ബാങ്ക്സ്. പാകിസ്ഥാൻ, സുഡാൻ, ഇറാൻ ആൻഡ് മലേഷ്യ ഇവരെല്ലാം അവരുടെ അതേ രാജ്യങ്ങളുടെ ഇസ്ലാമിക് ബാങ്കുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യുകയുണ്ടായി. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫിഖ് അക്കാദമി ഓഫ് OIC
ആൻഡ് അതർ ഫിഖ് ബോർഡ്സ്. ഫിഖ് അക്കാദമിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1980s ഉണ്ടായിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് ഫണ്ട് 1980s ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദ ലേറ്റ് 1990s എന്തൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളത്? ഇൻ 1990s ദ ഗ്രോത്ത് ഇൻ ദ ഇസ്ലാമിക് വിൻഡോ കൺസെപ്റ്റ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അതായത് എല്ലാ കൺവെൻഷണൽ ബാങ്കും ഒരു ഇസ്ലാമിക് ബാങ്കിങ് വിൻഡോ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുള്ളത് 1990s. അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റ് ഇൻ അസറ്റ് ബേസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വന്നു തുടങ്ങി. അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് ഇൻഡെക്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ 1990s ഉണ്ടായത്. റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഗെറ്റ് അറ്റൻഷൻ, അതായത് ഓരോ ഇസ്ലാമിക് ബാങ്ക്സിൻ്റെയും IFI മുഖേനയുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറ്റൻഷൻ വേണ്ടി വന്നതിനാൽ അവിടെ അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഓഫ് IOFI ഈസ് ഇഷ്യൂഡ്. അതായത് IOFIയുടെ പുതിയ സ്റ്റാൻഡേർഡ്സും ഇസ്ലാമിക് ബാങ്കിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഇഷ്യൂ ചെയ്തു. ഇതൊക്കെയാണ് 1990s ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക് ബാങ്കിങ്ങിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. ഇനി നമുക്ക് ഉള്ളത് ഈ ഏർലി 2000 എന്നുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പുതിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ദ കണ്ടിന്യൂസ് ഓഫ് ഗ്രോത്ത്, അതായത് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടുതൽ ഇസ്ലാമിക് ബാങ്കുകളും കൂടുതൽ ഇസ്ലാമിക് ബാങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെയും ഗ്രോത്ത് വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ആൻഡ് കംപ്ലീഷൻ ഓഫ് ആർക്കിടെക്ചർ ഓഫ് ഇസ്ലാമിക് ഫൈനാൻസ്, അതായത് ഇസ്ലാമിക് ഫൈനാൻസ് എന്നുള്ള ഈ ഒരു എക്കണോമിക് തോട്ടിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചർ ഒരു 2000 കൂടി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അറ്റൻഷൻ ഓൺ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് കൺട്രോൾ, അതായത് ഇസ്ലാമിക് ബാങ്ക് സാധാ ഒരു മുസ്ലിംസിൻ്റെ അക്കൗണ്ടോ പണമിടപാടുകളോ മാത്രമല്ലാതെ തന്നെ കൂടുതൽ റിസ്ക് മാനേജ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കൺട്രോൾ, അതായത് വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ അറ്റൈൻ ചെയ്യുന്നതും അത് മുഖേന ബിസിനസ് വ്യാപിക്കുന്നതിലുമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇസ്ലാമിക് ബാങ്ക്സ് അവരുടെ അറ്റൻഷൻ കൊണ്ടുവന്നു. ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ഇസ്ലാമിക് ബാങ്ക്സ് ത്രൂ മെർജ്, അതായത് ഇപ്പോൾ ഒരുപാട് ബാങ്ക് ഓൾറെഡി ക്യാപിറ്റലൈസേഷനിലൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാങ്കും ഇസ്ലാമിക് ബാങ്കുകളുമായിട്ട് മെർജ് ചെയ്തിട്ട് വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 2000. അതുപോലെ ക്രിയേഷൻ ഓഫ് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്സ്, അതായത് അസറ്റ് ബാക്ക് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ചെയ്തിട്ടുള്ള മാർക്കറ്റ്സുകൾ കൊണ്ടുവരാൻ സ്റ്റാർട്ട് ചെയ്യാൻ 2000 കഴിഞ്ഞിട്ടുണ്ട്. ദ ഫോർമേഷൻ ഓഫ് IFSB ഇൻ 2002, 2002 IFSB ഫോർമേഷൻ നടത്തിയിട്ടുള്ളത്. ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റേറ്റിംഗ് ബോഡി അറ്റ് ബഹ്റൈൻ, അതായത് ബഹ്റൈൻ ആസ്ഥാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റേറ്റിംഗ് ബോഡിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ 2000 ഉണ്ടായിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. സോ താങ്ക് യു. ദിസ് ഈസ് യുവർ ക്ലാസ്. താങ്ക് യു സ്റ്റുഡൻസ്.